കുറച്ച് ടിഷ്യൂ പേപ്പർ എടുക്കാണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം റെഡിയാക്കാം. ആദ്യം തന്നെ ഒരു ഈർക്കിലി എടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള നീളത്തിൽ അങ്ങ് മുറിച്ചെടുക്കാം. അറ്റ്ലീസ്റ്റ് ഒരു പൂ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയായിരിക്കും. എന്നാലും ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, അതേപോലെ ഒന്ന് ആക്കി കൊടുക്കാം. ഉണ്ടാക്കുന്നതിന് മുമ്പ് ടിഷ്യൂ പേപ്പർ കറക്റ്റ് സ്ക്വയർ ഷേപ്പിലാണ് ഉള്ളത് എന്ന് ശ്രദ്ധിക്കണം. സത്യം പറയാലേ ഇതൊരു പിൻട്രസ്റ്റ് ഐഡിയ ആണ്. എനിക്ക് ഇതിനെ കുറിച്ച് വലിയ ധാരണയൊന്നും ഉണ്ടായില്ല. ഞാൻ പിൻട്രസ്റ്റ് നോക്കി ഉണ്ടാക്കിയപ്പോൾ രസമുണ്ട്, അപ്പൊ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തായാലും പൂക്കളൊക്കെ ഉണ്ടാക്കി അതൊക്കെ വിടർത്തി എടുക്കുമ്പോഴത്തേക്കും ഒരു ടിഷ്യൂ പേപ്പറിൽ നിന്ന് 4 പീസസ് കിട്ടും. ഇതേപോലെ 2 ടിഷ്യൂ പേപ്പർ വീതമാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ ഗ്ലൂ ഗൺ തേച്ച സ്ഥലത്തേക്ക് നമ്മൾ നേരത്തെ വിട്ട് വെപ്പിച്ച ആ ടിഷ്യൂ പേപ്പറിന്റെ കഷ്ണങ്ങൾ ഇതേപോലെ അങ്ങ് വെച്ചെടുക്കാം. അങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ 8 പീസുകളും ഇതേപോലെ അങ്ങ് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ ചെറിയ ചെറിയ പൂക്കൾ ഇങ്ങനെ വലുതായി വരും. അത് കാണാൻ ഒരു പ്രത്യേക രസം. നമ്മളിന്ന് വെറും ഒരു പൂവല്ല ഉണ്ടാക്കുന്നത്, ഒരു ഫ്ലവർ വേസ് നിറയെ പൂക്കളാണ് ഉണ്ടാക്കുന്നത്. അത് കാരണം തന്നെ കുറച്ച് ക്ഷമ വേണ്ട ഒരു കാര്യമാണ്. കാരണം 5-6 പൂക്കൾ വന്നാലേ ഫ്ലവർ വേസ് കാണാൻ ഭംഗി ഉണ്ടാവുള്ളൂ. നമ്മളിങ്ങനെ ഓരോന്ന് ഒട്ടിച്ച് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് അമർത്തി കൊടുക്കണം കേട്ടോ, എന്നാലാണ് അതിന്റെ ഒരു ഫിനിഷിംഗ് വരുള്ളൂ. പിന്നെ ഫ്ലവർ വെക്കാനുള്ള വേസ് ഏതാണെന്ന് നിങ്ങൾ വിചാരിക്കണ്ടാവും. അത് ഞാൻ ഓൾറെഡി നേരത്തെ ഉണ്ടാക്കി വെച്ചൊരു സംഭവമായിരുന്നു. അതിനകത്തേക്ക് നമ്മൾ ഓരോ സംഭവങ്ങൾ ഇതേപോലെ വെച്ച് കൊടുക്കുക. എന്തായാലും ഫൈനൽ റിസൾട്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ക്ലാസിക് ആൻഡ് എലഗന്റ് ലുക്ക് ഇല്ലേ? അപ്പൊ ഇന്നത്തെ ഷൗട്ട് നെയിം ഇഷ്മയാണ് കേട്ടോ. ഇതൊക്കെ ഉണ്ടാക്കി കാണിക്കാൻ കുറച്ച് കഷ്ടപ്പാടുണ്ടായിരുന്നു. എന്തായാലും വന്നല്ലേ, ഒരു ലൈക്ക് ഇട്ട് പോകുന്നേ. പിന്നെ നിങ്ങളുടെ പേര് കമന്റ് ചെയ്യാൻ മറക്കണ്ട.